أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور يعلموا നിങ്ങൾ അറിയണേ നിങ്ങൾ മനസ്സിലാക്കണേ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബും വലഹു ഈ ദുനിയാവിലെ ജീവിതം കളി വിനോദം മാത്രമാണ്. സന്താനങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞ് നേടിയെടുത്ത സ്വത്തിന്റെയും സമ്പാദ്യത്തിന്റെയും കാര്യം പറഞ്ഞ് പരസ്പരം പെരുമ നടിക്കൽ മാത്രമാണ് ഈ ദുനിയാവ്. കളി വിനോദം മാത്രമാണ് ഈ ദുനിയാവ്. ക്ഷണിക നേരം കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു വഞ്ചനാത്മകമായ ജീവിതം മാത്രമാണ് ഈ ദുനിയാവ്. എന്നാൽ ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തെ കുറിച്ചുള്ള പറയുകയാണ് വഫിൽ ആഖിറതി അദാബുൻ ശദീദ്. എന്നാൽ പരലോകമാകുന്ന ജീവിതം അവരുടെ കഠിനകഠോരമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ജബാനിയാക്കളായ മലക്കുകളുണ്ട്. അള്ളാഹുവിന്റെ നരകമുണ്ട്. നരകത്തിന്റെ അകത്തുള്ള വിവിധ ശിക്ഷാമുറകളുണ്ട്. വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ. നരകം മാത്രമല്ല, അദാബിന്റെ മലക്കുകൾ മാത്രമല്ല, നരകത്തിന്റെ അകത്ത് നിന്നുയരുന്ന ദീനരോധനങ്ങൾ മാത്രമല്ല, വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ. ജല്ല ജലാലായ അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള തൃപ്തിയുമുണ്ട്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തവുമുണ്ട്, പശ്ചാത്താപവുമുണ്ട്. എന്നിട്ടല്ല പറയുകയാണ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. മനുഷ്യരെ അറിയണേ, ഭ്രമം ബാധിച്ച തലച്ചോറുമായി, തിമിരം ബാധിച്ച കണ്ണുമായി 24 മണിക്കൂറും പിടിച്ച ചെന്നായെ പോലെ ദുനിയാവിന്റെ ആഹ്ലാദത്തിന്റെ പിന്നാലെ, ആഡംബരത്തിന്റെ പിന്നാലെ, സമ്പാദ്യത്തിന്റെ പിന്നാലെ, പെണ്ണിന്റെ പിന്നാലെ, ജോലിക്ക് പിന്നാലെ, ദുനിയാവിന്റെ പ്രമത്തത ബാധിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരോടല്ല പറയുകയാണ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഏതൊരു ദുനിയാവിനെ കുറിച്ചാണോ ഒരിക്കലും നശിക്കുകയില്ല എന്ന് നിങ്ങൾ വ്യാമോഹിച്ചു കൊണ്ടിരിക്കുന്നത്, ഏതൊരു ദുനിയാവിന്റെ സമ്പത്ത് കൊന്നുകൂട്ടുവാൻ വേണ്ടിയാണോ രാവും പകലും നിങ്ങൾ അധ്വാനിക്കുന്നത്, ഏതൊരു ദുനിയാവിലെ സ്ഥാനമാനത്തിന് വേണ്ടിയാണോ ധർമ്മവും സത്യവും ബലികഴിക്കുന്നത്, ഏതൊരു ദുനിയാവിന്റെ അധികാര കസേരക്ക് വേണ്ടിയാണോ രക്തബന്ധങ്ങൾ പോലും ബലികഴിക്കുന്നത്, ആ ദുനിയാവിനെ കുറിച്ചല്ല പറയുന്നത് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ വിഭവം മാത്രമാണ്, ചതിയുടെ വിഭവം മാത്രമാണ്, ക്ഷണിക നേരത്തെ ആസ്വാദനം മാത്രമാണ്, ഏത് നിമിഷവും അവസാനിച്ചു പോകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ നമുക്ക് പറഞ്ഞു തരുന്ന സുന്ദരമായ വചനം. പിന്നെ നമ്മെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? സൂറത്തുൽ മുൽക്കിന്റെ 2 ആയത്തിലൂടെ അല്ലാഹു അത് വിശദീകരിക്കുന്നു വളരെ വ്യക്തമായി. തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ വഹുവൽ അസീസുൽ ഗഫൂർ. ഏതൊരു റബ്ബിന്റെ കയ്യിലാണോ രാജാധികാരമുള്ളത്, ആ റബ്ബ് ഉന്നതനായിരിക്കുന്നു, അനുഗ്രഹീതനായിരിക്കുന്നു, അവന് എല്ലാം കഴിവുള്ളവനാകുന്നു. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഈ ലോകത്തേക്ക് മനുഷ്യനെ പടച്ചുവിട്ടതെന്തിനാണ്? ഈ ലോകത്തേക്ക് മനുഷ്യനെ സൃഷ്ടിച്ചുവിട്ടതെന്തിനാണ്? രാവും പകലുമുള്ള, മാമലയും കാട്ടാറും കാട്ടരുവികളുമുള്ള, പക്ഷികളും മൃഗങ്ങളുമുള്ള, വേദനയും സന്തോഷവും ദുഃഖവും വ്യതകളും വ്യസനങ്ങളുമുള്ള ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പറഞ്ഞയച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഷഹാദത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിമേ, ഹൃദയത്തിന്റെ ഏറ്റവും താഴെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട വചനമാണിത്. ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് നിങ്ങളിൽ സൽക്കർമ്മം
പ്രവർത്തിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് ധർമ്മത്തിന്റെ പന്താവിലൂടെ സഞ്ചരിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് സത്യത്തെ മുറുകെ പിടിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് വഹദാനിയത്തിന്റെ ഉന്നത വചനത്തിന് വേണ്ടി പണിയെടുക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് അധർമ്മത്തിന്റെ കോട്ടകൊത്തളങ്ങളിൽ നിന്ന് ധർമ്മത്തിന്റെ വെള്ളി വെളിച്ചം ഉയർത്തിപ്പിടിക്കുന്നതെന്ന് നോക്കാൻ, ആരാണ് സുമനസാലെ അല്ലാഹുവിന്റെ മുന്നിൽ ആരാധനാ നിരതനായി കരിച്ചുകൂടുന്നതെന്ന് നോക്കാൻ, ലിയബ്ലൂക്കും അയ്യുക്കും അഹ്സനു അമലാ. അതിനുവേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നമ്മെ പറഞ്ഞയച്ചത്. അങ്ങനെ സൽക്കർമ്മം ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ, അല്ലാഹുവിനെ ആരാധിച്ചാൽ, മോശമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ, അധർമ്മത്തിൽ നിന്ന് മാറി നിന്നാൽ അല്ലാഹ് നമുക്ക് നൽകുന്ന പ്രതിഫലം എന്താണ്? സൂറത്തുൽ ആല ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور كل نفس ذائقة الموت. ചുവന്ന ലൈറ്റ് മിന്നിച്ചുകൊണ്ട് റോഡിന്റെ നടുവിലൂടെ നൂറുകണക്കിന് വാഹനത്തിന്റെ അകമ്പടിയോടെ ചീറിപ്പായുന്ന VIP-കളായാലും, ചേരിപ്രദേശങ്ങളിൽ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ പുഴുക്കളെ പോലെ നരകിച്ച് ജീവിക്കുന്ന ദരിദ്രന്റെ മകനായാലും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യുന്നതാണ്, മരണം കടന്നു വരിക തന്നെ ചെയ്യുന്നതാണ്. എന്നാൽ ആ മരണത്തോടുകൂടി ജീവിതത്തിന് തിരശ്ശീല വീഴുന്നില്ല. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ആ മരണത്തിന് ശേഷം ഒരു ഭയാനകമായ സംഭവം നടക്കാനുണ്ട്. ഹശ്റിന്റെ മൈതാനിയിലേക്ക് ലോകജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു മഹാസന്ദർഭം വരാനുണ്ട്. ഫമൻ സുഹ്സിഹ അനിന്നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ജീവിതത്തിന്റെ സകലമാന രംഗങ്ങളും പാപഭംഗിലമാക്കിയ മനുഷ്യർ ഭീകരമായ നരകത്തിന്റെ പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആ ഹശ്റിന്റെ മൈതാനിയിൽ ആരാണോ ഫമൻ സുഹ്സിഹ അനിന്നാർ, ഒട്ടകക്കൂട്ടങ്ങളെ പോലെയുള്ള തീജാലകൾ മുകളിലോട്ടെറിയുന്ന ഭീകരമായ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട് രക്ഷ നൽകപ്പെടുന്നത് ഉദ്ഖിലൽ ജന്ന. അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും കടന്നു പോകുന്ന സുഖാനുഗ്രഹത്തിന്റെ ഭവനമായ സ്വർഗത്തിന്റെ വാതിലൊക്കെ വലതുകാല് കടന്നു വെച്ചുകൊണ്ട് പോകുന്നതാരാണോ ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുകയാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്നിട്ട് വീണ്ടും അല്ലാഹ് പറയുകയാണ്, ഈ ലോകത്തെ ജീവിതം നശ്വരമാണ്, ഈ ലോകത്തെ ജീവിതം ക്ഷണികമാണ്, ഈ ലോകത്തെ ജീവിതം വഞ്ചനാത്മകമാണ്. അല്ലാഹുവിന്റെ വചനം. അപ്പോ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾക്ക് പരിസമാപ്തി എന്നോണം മരണത്തിന് ശേഷം നമ്മെ പ്രതിഫലം കാത്തിരിക്കുന്നുണ്ട്.